ഗുഡ് മോർണിംഗ്. ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിരവധി ടെക്നിക്കുകളെ കുറിച്ച് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാം തന്നെ എഫക്റ്റീവുമാണ്. പക്ഷേ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവുന്നില്ല എന്ന് പറയുന്നോലേ. അപ്പൊ അതിന് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് തേക്കുന്ന ഒരു ക്രീമോ ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്, അതായത് കുറേ റിവ്യൂ കണ്ടിട്ട്, റേറ്റിംഗ് കണ്ടിട്ട്, കുറേ ആളുകൾ അവർക്കിത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും. പക്ഷെ നോക്കുമ്പോൾ എന്താ, നമുക്കിത് ശരിയാകുന്നില്ല, വർക്കാകുന്നില്ല, പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് കിട്ടുന്നില്ല. ഉടനെ നമ്മൾ ഇതിന്റെ നെഗറ്റീവ് പറയാനായിട്ട് തുടങ്ങും. വെറുതെയാണ്, ഇതാരും വാങ്ങരുത്, പറ്റുമെങ്കിൽ അവരുടെ ചാനലിന്റെ താഴെയോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ താഴെയോ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ മെൻഷൻ ചെയ്യും അല്ലെ, ആ കമന്റിൽ പറഞ്ഞിട്ട് ഇതൊന്നും വെറുതെയാണ്, ഇവരുടെ പരിചയമുള്ളവരെ കൊണ്ട് കമന്റ് ഇടിക്കുന്നതാണ്, ഇത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി, ഇനി ആരും ഈ പ്രോഡക്റ്റ് വാങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പറ്റുന്നതല്ല, അത് നമുക്ക് ശരിയായില്ല, അതുകൊണ്ട് തന്നെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിലും പറയാനുള്ളത്. ഒരാൾക്ക് എഫക്റ്റീവ് ആയത് മറ്റൊരാൾക്ക് എഫക്റ്റീവ് ആകാതെ പോകുന്നുവെങ്കിൽ ഒരിക്കലും അത് പ്രോഡക്റ്റിന്റെ മിസ്റ്റേക്ക് അല്ല. 1000 പേര് ഉപയോഗിച്ചിട്ട് അതിലൊരു എന്താ പറയുക, ഒരു 70% എബോവ്, അല്ലെങ്കിൽ വേണ്ട, ഒരു 50% എബോവ് ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് വർക്കായില്ല എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്നം പ്രോഡക്റ്റിന്റെ ആണോ നമ്മുടെ ആണോ? അവിടെ നിന്നാണ് ഈ ഒരു ടെക്നിക്കില് ഏതാണ് ബെസ്റ്റ് വൺ എന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏത് ടെക്നിക്ക് ആയിരുന്നാലും ലോ ഓഫ് അട്രാക്ഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും ആദ്യമുള്ളൊരു കാര്യമാണ് ബിലീഫ്. വിശ്വാസം ഉണ്ടായിരിക്കണം. അത് ഏത് പ്രോഡക്റ്റും, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റിലും നമുക്കൊരു വിശ്വാസം വേണം. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി. ഇപ്പൊ മുടി വളരാനായിട്ടുള്ള എണ്ണ തലയിൽ തേച്ചിട്ട് ഒരു ബോട്ടില് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും മാജിക്കലായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല. 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ തുടർച്ചയായിട്ട് അത് ഉപയോഗിക്കാനുള്ള ക്ഷമ എന്ന് പറയുന്നത് വേണം. അപ്പൊ ലോ ഓഫ് അട്രാക്ഷനിലും വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. അപ്പൊ വിശ്വാസം വേണം, ക്ഷമ എന്ന് പറയുന്നത് വേണം, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വേണം, തുടർച്ചയായിട്ട് അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കാര്യം വേണം, 4 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ഈ 4 ഇൻപുട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഉറച്ച വിശ്വാസം വേണം, അത് 1-2 ദിവസം ഉണ്ടായാൽ പോരാ, ക്ഷമയോടെ കാത്തിരിക്കുക. ആ കാത്തിരിക്കുന്ന അത്രയും കാലഘട്ടത്തിൽ ഇത് എനിക്ക് ലഭിക്കുന്നു, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ വിശ്വാസവും ക്ഷമയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നർത്ഥം. അങ്ങനെയാണ് എങ്കിൽ ഏതാണ് എന്നല്ലേ? തീർച്ചയായിട്ടും വിഷ്വലൈസേഷൻ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്. മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, മാനിഫെസ്റ്റേഷന് സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. കാരണം ഏതൊക്കെ 555, 777, ഏത് മെത്തേഡ് നിങ്ങൾ ചെയ്താലും, 369 എന്ന് വേണ്ട ഏത് ടെക്നിക്ക് ചെയ്താലും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിൽ നമ്മളത് ഡ്രീം ചെയ്യുമ്പോൾ, അത് യാഥാർത്ഥ്യമായി തീരാൻ പോകുന്നു എന്ന് നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഈ ലക്ഷ്യങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യുന്നത്. പണ്ട് കാലത്തുള്ളവർ പറയും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനക്കോട്ട കിട്ടുന്നത് അല്ലെ, വെറുതെ പകൽക്കിനാവ് കാണുക എന്നൊക്കെ പറയും. അത്ര തന്നെ അത് 1-2 ദിവസം കണ്ട് നമ്മൾ വെറുതെ അങ്ങ് പാഴാക്കി കളയുകയല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ആക്ഷനായിട്ട്, അത് ഒരു എന്താ പറയണ, തീർത്താൽ തീരാത്ത അത്രയും ഒരു ആവേശമായിട്ട് മാറുന്ന രീതിയിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് അത് വിഷ്വലൈസ് ചെയ്യണം എന്നർത്ഥം. അപ്പൊ വിഷ്വലൈസേഷൻ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതിനോടൊപ്പം തന്നെ ഉള്ളൊരു കാര്യമാണ് അഫർമേഷൻ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, സ്ക്രിപ്റ്റിംഗ്, വിഷൻ ബോർഡ്. ഇത്രയും കാര്യങ്ങളും കൂടി. വിഷൻ ബോർഡിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റിംഗും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിരന്തരം കാണുകയും നമ്മൾ ഒരു കാര്യത്തിലേക്ക് നിരന്തരം ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്താണോ
അതാണ് നിങ്ങൾക്ക് അനുഭവമായി മാറുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മുടക്കാതിരിക്കുക. രാവിലെ നിങ്ങൾ അഫർമേഷൻ നിങ്ങൾ പറയണേ. എല്ലാം കൂടെ ഒരുമിച്ച് സമയമില്ല എന്ന് പരാതി പറയുന്നവർക്കാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് അഫർമേഷൻ പറയാം. നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതുമാണ്. അതായത് സ്വപ്നം കണ്ട് കിടക്കുക എന്ന് പറയും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പല കാര്യങ്ങളും രാത്രി നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട് അല്ലെ. എന്തിനെ കുറിച്ചാണോ നിരന്തരം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് അത് സ്വപ്നങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബോധപൂർവം നമ്മൾ ഇതൊരു സ്വപ്നമാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം ഏതാണ് ഏറ്റവും പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വിഷ്വലൈസേഷൻ തന്നെയാണ്. അതും വെറുതെ നമ്മൾ കണ്ണടച്ചിരുന്ന് കാണുക എന്നുള്ളതല്ല, ഫീൽ ചെയ്യുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിൽ കാണുക. അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളുടെയൊക്കെ സൗണ്ട് നമ്മുടെ ചെവിയിലൂടെ നമ്മൾ കേൾക്കുക. ഓക്കെ, നമ്മളത് ടച്ച് ചെയ്യുക, ആ ഒരു ഫീല്, അവിടെയുള്ള ഒരു സ്മെൽ. അതുപോലെ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ആ ഒരു വേദിയിൽ നമ്മൾ മധുരം പങ്കിടുന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ്, ഇതെല്ലാം ഫീല് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു കുളിർമയുള്ളൊരു കാറ്റൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കടൽ തീരത്തെ ആ ഒരു കാറ്റ്, ആ മണൽത്തരികൾ, നമ്മൾ നടക്കുമ്പോൾ ആ മണൽത്തരികള്, അതിന്റെ സൗണ്ട്, ആ തിരയുടെ സൗണ്ട്, ഇതെല്ലാം നമുക്ക് സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് ഫീല് ചെയ്യുന്ന ഒരു രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 10-10 മാനിഫെസ്റ്റേഷൻ, 10-10-10 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. 3 തവണ നമ്മൾ 10-10-10 ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കൂട്ടോ. ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണെന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. പലരും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പല ബിസിനസ് ഓർഗനൈസേഷനുകളിലൊക്കെ ഇത് അഡോപ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പൊ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 10 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ തുടർച്ചയായ 10 ദിവസങ്ങൾ ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പേനയും പേപ്പറും മാത്രമാണ്. ബുക്കോ പേനയോ ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കുക, അവിടെ വന്നിരിക്കുക. ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. 10-10-10. ആദ്യത്തെ 10 എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറ്, അത് സ്പെസിഫൈ ചെയ്ത് പറയാം. ഇന്ന കമ്പനിയുടെ ഇന്ന വാഹനം എന്നുള്ളത് പറയാം. വീട് എന്നുള്ളതാണെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം പറയാം. ആ സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റില് ഒരു വീട്, അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ജോലിയാണെങ്കിൽ അതുപോലെ തന്നെ ഇത്ര ശമ്പളമുള്ള ഇന്ന സ്ഥാപനത്തിൽ ഇന്ന പൊസിഷനിലുള്ള ഒരു ജോലി. അങ്ങനെ നിങ്ങൾ ഒരു 10 ആഗ്രഹങ്ങളെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തതും നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നതുമായ 10 കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യുക. അടുത്ത 10 എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഉള്ള, നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ MTech ആണെങ്കിൽ MTech, BTech ആണെങ്കിൽ അത്, MC ആണെങ്കിൽ MBA ആണെങ്കിൽ എന്താണോ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത എനിക്കുണ്ട്, നന്ദി. അല്ലെങ്കിൽ അതിന് എനിക്ക് ഇത്ര മാർക്കോട് കൂടി ഞാൻ പാസ്സായി, നന്ദി. അപ്പൊ നമ്മൾ എന്തിനൊക്കെ താങ്ക് ഗോഡ്, എനിക്ക് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, എനിക്ക് അതിനുള്ളൊരു യോഗ്യത ഉണ്ടല്ലോ, ഞാനത് ഡിസേർവ് ചെയ്യാനായിട്ട് അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, എൻ്റെ ഇപ്പോൾ ഉള്ള ബാങ്ക് ബാലൻസിന് നന്ദി, അത് എത്ര രൂപ തന്നെയാണെങ്കിലും, എനിക്ക് ഇപ്പോഴുള്ള നിക്ഷേപങ്ങൾക്ക് നന്ദി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കുള്ള ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, അതിന് നന്ദി. ഇപ്പോൾ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാടക വീടാണെങ്കിൽ ഇപ്പോൾ എനിക്ക് താമസിക്കാനുള്ളൊരു ഇടം ഇതിങ്ങനെ ഒരു ഉണ്ടായല്ലോ, അതിന് നന്ദി. ഇപ്പോൾ നിങ്ങൾക്കുള്ള വാഹനം അത് ചെറുതായിരിക്കാം, അതിന് നന്ദി. അങ്ങനെ ഇപ്പോൾ ഉള്ളതും നിങ്ങൾ ആ ഉള്ളതിനാണല്ലോ നന്ദി പറയുന്നത്. അപ്പൊ ഇപ്പൊ നിലവില് കറന്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ നിങ്ങളുടെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ, ഞാൻ ആരോഗ്യവതിയായിരിക്കുന്നു, താങ്ക് യു. എനിക്ക് നന്നായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നന്ദി. മറ്റുള്ളവരുമായിട്ട് എനിക്ക് വളരെ വേഗം ആശയങ്ങളെ കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, താങ്ക് യു. അങ്ങനെ നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നന്ദി പറയുക.
ഓക്കെ, എനിക്ക് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് വീട്ടിലും അതുപോലെ തന്നെ എൻ്റെ ജോലി സ്ഥലത്തുമുണ്ട്. നല്ല കൊളീഗ്സ് ആണ്, നല്ല ആളുകളാണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകളാണ് അവിടെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. ലാസ്റ്റ് 10 എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതുക. നിങ്ങളുടെ ഹോബീസ് ആകാം, നിങ്ങൾക്ക് ഇന്ന വ്യക്തിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത്, നിങ്ങൾക്കൊരു സ്ഥലത്ത് പോയിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്, ഇഷ്ടപ്പെടുന്ന ഇന്നൊരു ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്, അങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മളിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും. 2, നമ്മുടെ ഫോക്കസിങ് പവർ കൂടും. ഡെയിലി നമ്മൾ 10 ദിവസം തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരേ കാര്യം തന്നെ 3 വ്യത്യസ്ത മേഖലകൾ നമ്മൾ തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. 1, നമ്മൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത്, 2, ഇപ്പോൾ നമുക്കുള്ളത്, 3, നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ജീവിതത്തിൽ എൻജോയ് ചെയ്യപ്പെടുന്നത് എന്താണോ അത്. നമുക്കത് കിട്ടിയാൽ നമ്മൾ എൻജോയ് ചെയ്യും അല്ലെ. അപ്പൊ ആ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, എന്തൊക്കെ കാണാൻ ഇഷ്ടമാണ്, എന്തൊക്കെ ഫീൽ ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ ഒരു 10 പോയിന്റ് എഴുതുന്നു. ഇത് തന്നെ നമ്മൾ നാളെയും ചെയ്യുന്നു. ഇതിന് സമയവും കാലവും ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. ഓക്കെ, പറ്റിയാൽ നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെയും, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പുമാണെങ്കിൽ വളരെ നല്ലത് എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് സമയം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ തുടർച്ചയായ 10 ദിവസങ്ങൾ ചെയ്തിരിക്കണം ഈ 10-10-10 ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് പറയുന്നത്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് കാര്യത്തിന് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ മദ്യപാനശീലമുള്ള ഒരാളാണെങ്കിൽ അത് ഞാൻ നിർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആ നിർത്തുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ആ വ്യക്തി എടുക്കുകയാണ്. ആ ഡിസിഷൻ അയാളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അയാൾ നോക്കി കാണുകയാണ് ഈ 10-10-10 ടെക്നിക്കിലൂടെ. അതായത് 10 മിനിറ്റ് അയാളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നു ഈ ഒരു ഡിസിഷൻ എടുത്ത ശേഷം. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, എപ്പോഴും മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഇനി അങ്ങനെ നോക്കില്ല, ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ടൈം വെച്ച് അതിന് മാത്രമേ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുള്ളൂ എന്നാണെങ്കിൽ, അടുത്ത 10 മിനിറ്റ് ടൈം നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ കൈ ഇങ്ങനെ തരിക്കുന്നുണ്ടാവും ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെ 10 മിനിറ്റ് എന്താണ് അയാളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് നമ്മളൊന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നു. ഇത് തന്നെ 10 മാസങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ നിരീക്ഷിക്കുന്നു. ഇത് തന്നെ 10 വർഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി ആരായി തീരും, എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കും. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഈ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്കൊരു ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം, അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഒബ്സർവ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ആണ് ഈ 10-10-10 ടെക്നിക്കുകൾ ബിസിനസ് ഓർഗനൈസേഷനുകളിലും ഒക്കെ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പലരും പല ടെക്നിക്കുകളും ചെയ്യുന്നുണ്ട്, 555 ചെയ്യുന്നുണ്ട്, 369 ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ടെക്നിക്കുകളും കൂടെ നമുക്ക് പരീക്ഷിക്കാം. ഒന്ന് നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ടെക്നിക്ക് നോക്കുക. ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഒന്നെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് ചെയ്യേണ്ടതില്ല. പക്ഷെ എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്? നമുക്ക് ക്ഷമയില്ല, കാത്തിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ദിവസങ്ങൾ ചെല്ലുന്തോറും നമ്മുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന, വിശ്വാസം എന്ന് പറയുന്നതൊക്കെ നമ്മളിൽ നിന്ന് ചോർന്നൊലിച്ച് പോകുന്നതായിട്ട് തോന്നുന്നു. ഇവിടെയാണ് നമുക്ക് വീണ്ടും ഡിലേ വരിക. അപ്പോൾ മറക്കണ്ട, വിശ്വാസത്തോടു കൂടി ഇരിക്കുക, അത് ഉറച്ച വിശ്വാസത്തോടു കൂടി ഇരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കും. ഇതൊന്നും 2 ആളുകൾക്കല്ല, ഇത് ചെയ്തിട്ടുള്ളവർക്ക് അതിന്റെ റിസൾട്ട് അതിൻ്റെതായ രീതിയിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല എന്നുള്ളതല്ല, എല്ലാവർക്കും ശരിയാവുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഏറ്റവും ബെസ്റ്റ്, ഒരെണ്ണം ഏറ്റവും മോശം എന്നുള്ളതൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, എൻ്റെ ഒപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരും അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഒക്കെ പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്തത് വിഷ്വലൈസേഷൻ തന്നെയാണെന്നുള്ളതാണ്. എത്രത്തോളം ഫീലോടുകൂടി വിഷ്വലൈസ് ചെയ്യുന്നു അത്രത്തോളം പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ സാധ്യമാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്